Baruch atah Adonai Eloheinu melech haolam. സകല ലോകത്തിന്റെയും രാജാവ് എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടും ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിക്കുകയും ഈ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ലേഖനങ്ങളുടെ മുഖവരയുടെ ഒരു ചെറിയ ഭാഗം പറയാൻ അവസരം ഒരുക്കിയല്ലോ. നമുക്ക് തുറന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം. ഞാൻ ആ വിഷയങ്ങളുടെ ക്രമമാണ് പറഞ്ഞു വന്നപ്പോൾ ഒന്ന് രണ്ട് പേരെന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ പൗലൂസ് എഴുതിയ ലേഖനങ്ങളുടെ ഓർഡർ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. പൗലൂസിന്റെ ലേഖനങ്ങളുടെ ഓർഡർ ഞാൻ ഒന്ന് പറയാൻ പോവുകയാണേ. ഞാൻ ഓർപ്പിച്ചല്ലോ, എഴുതിയ ക്രമം അനുസരിച്ചല്ല പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്, വിഷയങ്ങളുടെ ക്രമം അനുസരിച്ചാണ്. ഒന്നുകൂടെ പറയാം, എഴുതിയ ക്രമം അനുസരിച്ചല്ല പുസ്തകത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്, വിഷയങ്ങളുടെ ക്രമം അനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ പൗലൂസിന്റെ ലേഖനങ്ങളുടെ എഴുതിയ ക്രമം ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ കഴിഞ്ഞ റോമാലേഖനമാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അത് 6ാമത്തെ ലേഖനമാണ്, 1ാമത്തെ ലേഖനമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ 1ാമത്തെ ലേഖനം ഏതാണെന്ന് അറിയാൻ ന്യായമായും ഒരു ആകാംക്ഷ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് ഇട്ട് പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം അതിന്റെ ഓർഡർ ഒന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് എഴുതിയ എബ്രായ ലേഖനം ഉൾപ്പെടെയുള്ള 14 ലേഖനങ്ങൾ എൻ്റെ ഓർഡർ പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് പിന്നീട് പ്രയോജനപ്പെടും എന്ന് ഞാൻ വളരെ നിർത്തി പറയാം. നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. പൗലൂസിന്റെ 14 ലേഖനങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതിയപ്പെട്ട ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയ 1ാമത്തെ ലേഖനമാണ്. അതാണ് പൗലൂസിന്റെ ഏറ്റവും ആദ്യത്തെ ലേഖനം, എഴുതപ്പെട്ട ആദ്യത്തെ ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം. 2ാമത്തെ ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയ 2ാമത്തെ ലേഖനമാണ്. 1ാമത്തെ ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം, 2 തെസ്സലോനിക്കർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം. 3ാമത്തെ ലേഖനം കൊരിന്ത്യർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം. 3ാമത്തെ ലേഖനം കൊരിന്ത്യർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം. 4 കൊരിന്ത്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം. ഞാൻ നേരത്തെ ഓർമ്മയുള്ള 2 കൊരിന്ത്യർ എന്ന് പറയരുത്, കൊരിന്ത്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം എന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾ ശീലിക്കണം. നമ്മൾ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ എന്ന് മാത്രം പറഞ്ഞ 1ാമത്തെ ലേഖനം എന്നർത്ഥം. 2ാം ലേഖനം അങ്ങനെ 2 കൊരിന്ത്യരില്ല, ഒറ്റ കൊരിന്ത്യരേ ഉള്ളൂ. 2 തെസ്സലോനിക്കരില്ല, ഒറ്റ തെസ്സലോനിക്കരേ ഉള്ളൂ. അപ്പൊ 2ാമത്തെ ലേഖനം എന്ന് പറയുന്നതാണ് നമ്മുടെ പക്വത, ആത്മീക പക്വത വെളിപ്പെടുന്നത്. 2 കൊരിന്ത്യർ എന്ന് പറഞ്ഞത് യാതൊരു മഹാഭാവമല്ല, നരകത്തിലും പോവുകയല്ല, അങ്ങനെ പേടിക്കണ്ട. പക്ഷേ നമ്മൾ ആത്മീയമായിട്ട് വളരുമ്പോൾ ആ വകതിരിവോടെ പറയാൻ നമ്മൾ ശീലിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 1ാമത്തെ ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം, 2 തെസ്സലോനിക്കർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം, 3 കൊരിന്ത്യർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം, 4 കൊരിന്ത്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം, 5 ഗലാത്യ ലേഖനം, 5ാമത്തെ ലേഖനം ഗലാത്യ ലേഖനമാണ്. 6 റോമാലേഖനമാണ് 6ാമത് വരുന്നത്. 7 കൊലോസ്യ ലേഖനം, 7ാമത്തത് കൊലോസ്യ ലേഖനം. 8 ഫിലോമോന്റെ ലേഖനം. 9 എഫെസ്യ ലേഖനം. 10 ഫിലിപ്പിയ ലേഖനം. 11 തിമോഥെയോസിന് എഴുതിയ 1ാമത്തെ ലേഖനം. 12 തീത്തോസിന് എഴുതിയ ലേഖനം. 13 തിമോഥെയോസിന് എഴുതിയ 2ാമത്തെ ലേഖനം. 14 എബ്രായ ലേഖനം. ഇങ്ങനെയാണ് പൗലൂസിന്റെ 14 ലേഖനങ്ങളുടെ ഓർഡർ കിടക്കുന്നത്. കൺഫ്യൂഷൻ കൊണ്ടെന്ന വരികൾ ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. 1ാമത്തെ ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം, 2 തെസ്സലോനിക്കർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം, 3 കൊരിന്ത്യർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം, 4 കൊരിന്ത്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം, 5 ഗലാത്യ ലേഖനം, 6 റോമാലേഖനം, 7 കൊലോസ്യ ലേഖനം, 8 ഫിലോമോന്റെ ലേഖനം, 9 എഫെസ്യ ലേഖനം, 10 ഫിലിപ്പിയ ലേഖനം, 11 തിമോഥെയോസ് എഴുതിയ 1ാമത്തെ ലേഖനം, 12 തീത്തോസ് എഴുതിയ ലേഖനം, 13 തിമോഥെയോസ് എഴുതിയ 2ാമത്തെ ലേഖനം, 14 എബ്രായ ലേഖനം.
എല്ലാവരും നോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഓർഡർ നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എഴുതിയ ക്രമത്തിലല്ല പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിഷയങ്ങൾ തമ്മിൽ പലതും പൗലോസ് തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതെന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എഴുതിയ ഓർഡർ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ലേഖനങ്ങളാണല്ലോ നമ്മുടെ ക്രിസ്തീയത്വത്തിന്റെ ഏറ്റവും ഉപദേശ സംഹിതകൾ മുഴുവനും നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം അറിയണം, സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുന്നമേ ലേഖനങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. സുവിശേഷങ്ങൾക്ക് മുന്നമേ എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ, പിന്നീടാണ് സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നത്. അപ്പോൾ സുവിശേഷം എഴുതിയ കാലവും ലേഖനം എഴുതുന്ന കാലം തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. ആദ്യം എഴുതപ്പെടുന്ന ലേഖനമാണ്, പിന്നീടാണ് സുവിശേഷങ്ങൾ വരുന്നത്. അതെന്താ എങ്ങനെ വരാൻ കാരണം? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത് വാക്യം വായിക്കാമോ? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത് വാക്യം. വേഗം എടുത്തൊന്ന് വായിച്ചേ. എബ്രായ ലേഖനം 2:4 എടുത്തില്ലേ? വായിച്ചോളൂ. ആരും വായിക്കുന്നില്ല. നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഒന്നുകൂടെ വായിച്ചാൽ. സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതും മതി. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കിയാൽ. ആരാണ് കേട്ടവർ? ശിഷ്യന്മാർ. ഇത്ര വലിയ രക്ഷ കേട്ടവരാരാണ്? അപ്പോസ്തലന്മാർ. അവരാണ് കർത്താവിന്റെ കൂടെ നടന്ന് കണ്ടും കേട്ടും കാര്യങ്ങൾ ഗ്രഹിച്ചത്. ആ കേട്ട് ഗ്രഹിച്ച അവരാണ് നമുക്കത് കുറെ ഡീറ്റെയിൽ ആയിട്ട് തരുന്നത്. നമ്മളാരും നേരിട്ട് കേട്ടതല്ല. കർത്താവിൽ നേരിട്ട് കേട്ടത് ആരാണ്? അപ്പോസ്തലന്മാരാണ്, അല്ലെ? പബ്ലിക് കേട്ടതിനേക്കാൾ കൂടുതൽ കേട്ടിട്ടുള്ളതും അർത്ഥം ഗ്രഹിച്ചിട്ടുള്ളതും ആരാണ്? അപ്പോസ്തലന്മാരാണ്. അപ്പോൾ അവരതിന്റെ വിശദീകരണം നൽകുക. ക്ലിയർ ആയോ? കർത്താവിൽ നിന്നും നേരിട്ട് കേട്ട കാര്യങ്ങളുടെ വിശദീകരണം നൽകുകയാണ് ആര്? അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും എന്ന് പറയാൻ കാരണം ഇവരാണ് നേരിട്ട് കർത്താവിൽ നിന്നും കാര്യങ്ങൾ കേട്ട് ഗ്രഹിച്ചത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ ആർക്കേ കഴിയൂ? അപ്പോസ്തലന്മാർക്കേ കഴിയൂ. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ പ്രാധാന്യം. അവരാണ് നേരിട്ട് കേട്ടത്. അവർ ഈ കാര്യം വിശദീകരിച്ച് തന്ന് നമ്മെ ഒന്നുകൂടി ഉറപ്പിക്കുക. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ കേട്ടോ ഇത്ര വലിയ രക്ഷ. സ്തോത്രം. കർത്താവികൾ നേരിട്ട് കേട്ട അപ്പോസ്തലന്മാർ കാര്യങ്ങളുടെ വിശദീകരണം നമുക്ക് നൽകുന്നതാണ് ലേഖനങ്ങൾ. സ്തോത്രം. ഞാനത് നിങ്ങൾക്കൊന്ന് ബോധ്യമാകാൻ വേണ്ടി ആ വാക്യം റെഫറൻസ് ആയിട്ട് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലേഖനങ്ങൾ 14 അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ 14. ബാക്കി നമുക്ക് പിന്നെ ചിന്തിക്കാമേ. അപ്പോൾ ആ ലേഖനങ്ങളുടെ ഓർഡർ നിങ്ങളുടെ കയ്യിൽ കിട്ടി. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ലേഖനങ്ങൾ വായിച്ചു തുടങ്ങുന്നവർ ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പൗലോസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സ്ഥാപിക്കുന്നതെന്ന് അറിയാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഒരു വിഷയത്തിന്റെ ഓർഡർ എങ്ങനെ പൗലോസ് കൊണ്ടുപോകുന്നുള്ളത് ഈ പറഞ്ഞ ഓർഡർ നിങ്ങൾ ലേഖനങ്ങളൊന്ന് വായിച്ചു നോക്കണം. ലേഖനങ്ങൾ ഏറ്റവും കടുകട്ടിയായിട്ടുള്ള ലേഖനം റോമാലേഖനമാണ്, സംശയമൊന്നുമില്ല. ഒരുപാട് നമ്മൾ കൃപയാൽ ദൈവം വെച്ച് നമുക്ക് റോമാലേഖനം തന്നെ ആദ്യം പഠിക്കാം എന്ന് ഞാൻ വിചാരിക്കുക. ഓർഡർ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് പോകണം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തെസ്സലോനിക്കൽ തന്നെ ആദ്യം പഠിക്കാം. അത് നമുക്ക് പ്രാർത്ഥിച്ച് നിയോഗം പോലെ ആ കാര്യം ചെയ്യാം. വേണമെങ്കിൽ പൗലോസ് തന്ന ഓർഡർ അനുസരിച്ച് വേണമെങ്കിൽ പഠിച്ചു പോകാം, നോ പ്രോബ്ലം.
തെസ്സലോനിക്ക ലേഖനമാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അല്ലേ? റോമാലേഖനാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആദ്യം എന്റെ മുഖവരി ഒന്ന് കഴിച്ചതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ ഈ എല്ലാ ലേഖനങ്ങളുടെയും ആകത്തുക എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഈ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഈ ലേഖനങ്ങളുടെയൊക്കെ പരസ്പരമുള്ള ഈ ചങ്ങല പോലെ ഒരു കൊളുത്തുണ്ട് എല്ലാ ലേഖനങ്ങൾക്കും. എല്ലാ ലേഖനങ്ങൾക്കും പരസ്പര ഒരു ബന്ധമുണ്ട്. പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ മൊത്തം എത്ര എണ്ണമാണ്? പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ മൊത്തം 27. യെസ്, വെരി ഗുഡ്. 27 ഉണ്ടല്ലേ? അപ്പൊ പഴയ നിയമോ? പഴയ നിയമം കിടക്കല്ലേ അല്ലേ? താങ്ക് യു. നിങ്ങൾ അറിയാൻ മേലാത്തതൊന്നും അല്ല, ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മിണ്ടിയില്ലെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ അതിൽ 21 ലേഖനങ്ങളാണ് അല്ലേ? ലേഖനങ്ങളാണ്. ഞാനൊരു കാര്യം മുൻപ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതാണ് ചോദിക്കട്ടെ. ഈ പുതിയ നിയമത്തിന്റെ എഴുത്തുകാർ എത്ര പേരാണെന്ന് അറിയാമോ? പുതിയ നിയമ പുസ്തകങ്ങളുടെ എഴുത്തുകാർ എത്ര പേരാണെന്ന്? 8. പഴയ നിയമത്തിന്റെ മൊത്തം 40 പേരാണെന്ന് നമുക്കറിയാം. പുതിയ നിയമത്തിന് മാത്രം എത്ര എഴുത്തുകാരുണ്ട്? 8. വെരി ഗുഡ്. 8 പേരാണ്, മറക്കരുതേ. ആരെങ്കിലും ഓർമ്മയിലില്ലെങ്കിൽ, നമ്മൾ ചെറിയ നിസ്സാര കാര്യം, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു ഇതൊക്കെ. 8 പേരാണ്. ആരൊക്കെ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ബാക്കി പറ. ബാക്കി പൗലോസ്, 4 ഇനി 4 പേരുണ്ട്. പൗലോസ്, യേശുവിന്റെ സഹോദരനായ യാക്കോബ്, യൂദ, പ്രധാനപ്പെട്ട ആള്, ഏറ്റവും പ്രധാനപ്പെട്ട ആള് പത്രോസ്. പൗലോസ് ഇല്ലേ? പൗലോസ് പറഞ്ഞല്ലോ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പത്രോസ്, പൗലോസ്, യാക്കോബ്, യൂദ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം. 2 പായും 2 യായും ഓർത്താ മതി. പത്രോസ്, പൗലോസ്, യാക്കോബ്, യൂദ. കിട്ടിയോ? ഈ 8 പേര്. ഓക്കെ, ലേഖനങ്ങൾ പഠിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, നിർബന്ധമായും ഇങ്ങനെയുള്ള ബേസിക്കലി ചെറിയതാണെന്ന് തോന്നുന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളാണെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളത് അറിയാതെ കുഴയരുത്. ഓക്കെ, 8 പേരാണ് എൻ്റെ എഴുത്തുകാർ. ഇനി ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മൾ ഈ 21 ലേഖനങ്ങൾ തമ്മിൽ എങ്ങനെ കൊളുത്തി കിടക്കുന്നെന്ന് പറയാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. FSAയിലും വന്നപ്പോൾ ഞാൻ അല്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയി. അവിടെ സമയം മുന്നോട്ട് നീങ്ങി. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് 21 ലേഖനത്തിലേക്ക് എത്താൻ പറ്റാതെ വരും. ഞാൻ ഇന്ന് അതിന്റെ പരസ്പരമുള്ള ബന്ധം എന്താണെന്ന് പറയാം. ഞാൻ ഓർപ്പിച്ചല്ലോ, റോമാലേഖനമാണ് ആദ്യം വന്നിരിക്കുന്നത് അല്ലേ? ഇതിന്റെ കാരണം റോമാലേഖനത്തിന്റെ വിഷയം വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതാണ്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം. ഓക്കെ, എന്താ നീതീകരണം എന്ന് പറഞ്ഞാൽ അർത്ഥം? ഈ ടെർമിനോളജി ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണേ. എന്താ നീതീകരണം? നീതീകരണം എന്ന് പറയുന്നുള്ളൂ. എന്താ നീതീകരണം? ദൈവം നമ്മെ നീതീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമർ 5:1 അല്ലേ? എന്താ നീതീകരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഞാൻ അതിന്റെ തിയോളജിക്കൽ ടേംസ് ഒന്നുമല്ല പറയുന്നത്, പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയാം. ദൈവം മുൻപാകെ, ദൈവത്തിന്റെ കോടതിയിൽ നാം എല്ലാവരും ശിക്ഷയ്ക്ക് യോഗ്യരായിരുന്നു. ആർക്കും അതിനകത്ത് ഒഴിവില്ല. നാം പാപികളാണ്, നാം ശിക്ഷയ്ക്ക് യോഗ്യരാണ്. എന്നാൽ നാം പാപം ചെയ്തു, തെറ്റ് ചെയ്തു, പാപികളായി ദൈവത്തിന്റെ കോടതി ശിക്ഷയ്ക്ക് യോഗ്യരായി നിന്ന നമ്മെ
ശിക്ഷ വിധിക്കേണ്ട ആ ടൈമിൽ, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് പാത്രമാകേണ്ട നമ്മെ ശിക്ഷിക്കുന്നതിന് പകരം മറ്റൊരാൾ നാം ചെയ്ത കുറ്റം മുഴുവനും ഏറ്റെടുത്തു. അവരല്ല ഞാനാ എന്ന് പറഞ്ഞ ഒരാൾ ഏറ്റെടുത്തു. ചെയ്തത് നമ്മളാ, പക്ഷെ മറ്റൊരാൾ ദൈവകോടതിയിൽ നമ്മുടെ അകൃത്യമെല്ലാം ഏറ്റെടുത്തു. നമ്മുടെ അകൃത്യമെല്ലാം അവന്റെ മേൽ ചുമത്തി, അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ശിക്ഷ അവൻ ഏറ്റെടുത്തു. ശിക്ഷയ്ക്ക് യോഗ്യരായി നമ്മെ സ്വതന്ത്രരാക്കി വിട്ടു. ഇതിന്റെ പേരാണ് നീതീകരണം. നമുക്ക് നീതി ഉണ്ടായിട്ടല്ല, നമ്മൾ പാപം ചെയ്യാഞ്ഞിട്ടല്ല. ദൈവകോടതിയിൽ ശിക്ഷയ്ക്ക് യോഗ്യരായി തീർന്ന നമ്മെ പിതാവാ ദൈവം ശിക്ഷ വിധിക്കാൻ തയ്യാറായപ്പോൾ, മനുഷ്യന്റെ പാപം അത്രമേൽ കുമിഞ്ഞുകൂടി ദൈവത്തിന്റെ ക്രോധം ജ്വലിച്ചപ്പോൾ, പാപം എന്തെന്നറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, കണ്ടോ, പാപം എന്തെന്നറിയാത്തവൻ മുമ്പിലോട്ട് കയറി നിന്ന് അതെല്ലാം എന്റെ മേൽ ചുമത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ മുഴുവനും ഏറ്റെടുത്തു നമ്മെ സ്വതന്ത്രരാക്കി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി വിട്ടു. അതിന്റെ പേരാണ് നീതീകരണം. ക്ലിയർ ആയോ? അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്. സ്തോത്രം. റോമാലേഖനത്തിന്റെ കാതലായി വിഷയം അതാണ്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഇതിന്റെ പേരാണ് നീതീകരണം. നമ്മൾ ഏൽക്കേണ്ട ശിക്ഷ മറ്റൊരാൾ നമുക്ക് വേണ്ടി ഏറ്റെടുത്തിട്ട് തെറ്റുകാരായ നമ്മെ സ്വതന്ത്രരാക്കി വിട്ടു. കണ്ടോ? നമ്മൾ പണ്ട് പാടുന്നൊരു പഴയ പാട്ടുണ്ടായിരുന്നു. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, വിമോചിതരായല്ലോ, ശിക്ഷായോഗ്യർ ദൈവത്തിൻ അവകാശികളായല്ലോ. ഓ, ശിക്ഷായോഗ്യർ ദൈവത്തിൻ അവകാശികളായല്ലോ. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. ആമേ. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, വിമോചിതരായല്ലോ, ശിക്ഷായോഗ്യർ ദൈവത്തിൻ അവകാശികളായല്ലോ, ശിക്ഷായോഗ്യർ ദൈവത്തിൻ അവകാശികളായല്ലോ. പാടാം 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 നാം പുത്തൻ പാട്ടുകൾ പാടാം, നമ്മെ പോലെ നന്മ ലഭിച്ച മന്നിതിലില്ലല്ലോ, നമ്മെ പോലെ നന്മ ലഭിച്ച മന്നിതിലില്ലല്ലോ. പോകാത്ത സമ്പത്ത്, ആമേ, എത്തിപ്പോകാത്ത ഉത്തമ സമ്പത്ത് നാം കാണും സ്വർഗത്തിൽ. പുത്തൻ പാട്ടിൻ പല്ലവി നിത്യർ മുഴുവൻ പാടും ഞാൻ, പുത്തൻ പാട്ടിൻ പല്ലവി നിത്യർ മുഴുവൻ പാടും ഞാൻ. പാടാം 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 നാം പുത്തൻ പാട്ടുകൾ പാടാം, നമ്മെ പോലെ നന്മ ലഭിച്ച നിതിലില്ലല്ലോ, നമ്മെ പോലെ നന്മ ലഭിച്ച നിതിലില്ലല്ലോ. പാടാം 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 നാം പുത്തൻ പാട്ടുകൾ പാടാം, നമ്മെ പോലെ നന്മ ലഭിച്ച മന്നിതിലില്ലല്ലോ, നമ്മെ പോലെ നന്മ ലഭിച്ച മന്നിതിലില്ലല്ലോ. Praise the Lord. എനിക്ക് ആ പാട്ട് നിർത്താൻ തോന്നുന്നില്ല. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, ശിക്ഷായോഗ്യർ ദൈവത്തിന് അവകാശികളായല്ലോ. ശിക്ഷയ്ക്ക് യോഗ്യരായിരുന്നു ഞാനും നിങ്ങളും. ദൈവത്തിന്റെ കോടതിയിൽ ദൈവത്തിന്റെ ക്രോധം ജ്വലിച്ച് ആ ക്രോധം നമ്മുടെ മേൽ ചൊരിയേണ്ട സമയമായപ്പോൾ പുത്രൻ കയറി രംഗപ്രവേശനം ചെയ്തു. വേണ്ട, അത് മുഴുവൻ ഞാൻ ഏറ്റെടുക്കുക, അവരെ സ്വതന്ത്രരാക്കി വിട്ട് ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം. നമ്മൾ തെറ്റ് ചെയ്യാഞ്ഞിട്ടല്ല, ശിക്ഷയ്ക്ക് യോഗ്യരല്ലാഞ്ഞിട്ടല്ല,
ഇതെല്ലാം ആയിരിക്കുമ്പോൾ തന്നെ പുത്രൻ അത് മുഴുവനും ഏറ്റെടുത്തിട്ട് നമ്മളെ സ്വതന്ത്രരാക്കി വിട്ടു. അതിന്റെ പേരാണ് നീതീകരണം. നമുക്ക് നീതി ഉണ്ടായിട്ടല്ല പ്രിയരെ, നാം അവന് ദൈവത്തിന് നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. റോമർ 8:1 പറയുക, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. പക്ഷെ അതിനകത്തൊരു വലിയ അപകടം സംഭവിച്ചു. മലയാളത്തിൽ വന്നപ്പോൾ അത്ര പകുതിയേ ഉള്ളൂ. അതിന്റെ പ്രധാന ഭാഗം മലയാളത്തിലുള്ളത് എന്താ പറയാ, വിട്ടുകളഞ്ഞു. ഞാൻ പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്കിലും ഞാൻ ആ പോയിന്റ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതാണ് റോമാലേഖനത്തിന്റെ കാതലായ വിഷയം. ദൈവം നമ്മെ നീതീകരിച്ചു. ആ നീതീകരിക്കപ്പെട്ടവർ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നതാണ് കൊരിന്ത്യലേഖനം 2. 2 ലേഖനങ്ങളും വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം. യെസ്, ഞാനൊന്ന് തൊട്ടുവിട്ടതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. വിശുദ്ധീകരണം, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവത്തിന് വേണ്ടി മാത്രമായി വേർതിരിക്കപ്പെട്ടത്. നമ്മൾ സാമാന്യ ജനമല്ല എന്നുള്ളത് ഓർക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതാണ് കൊരിന്ത്യർ 2 ലേഖനങ്ങളും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീതീകരണം പ്രാപിച്ച് വിശുദ്ധീകരണത്തിൽ തുടരുന്ന ഒരു ദൈവ പൈതനുള്ള ആത്മീക സ്വാതന്ത്ര്യവും അവനിൽ കാണേണ്ട ആത്മീക ഫലങ്ങളുമാണ് ഗലാത്യ ലേഖനം. വിശുദ്ധീകരണത്തിൽ തുടരുന്നവർ പണ്ടത്തെ അജ്ഞാനകാലത്ത് നടന്ന പോലെ നടക്കരുത്. വിശ്വാസം വരും മുൻപേ, അങ്ങനൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ ദൈവങ്ങളല്ലാത്തവരുടെ പുറകെ പോയും ഒക്കെ നമ്മള് ഈ ലോകം കാട്ടിക്കൂട്ടുന്ന എല്ലാം പുറകെ പോയി. ദൈവം വെച്ചാൽ അടുത്ത മാസം അറിയാം നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുള്ളത്. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, സ്തോത്രം അല്ലേ, സ്റ്റാറും ഒക്കെ ഇട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു നേരം ഇടയ്ക്ക് എപ്പോഴും ഞാൻ ഓർപ്പിച്ചോട്ടെ, എൻ്റെ മനസ്സിൽ തോന്നുന്നു, കർത്താവിനെ കാണാൻ വന്ന വിദ്വാൻമാർ നക്ഷത്രം അവരെ വഴികാട്ടി, അങ്ങനെയാണ് അവർ വന്നത് എന്ന് കാണുന്നു. നമ്മൾ ഈ കാണുന്ന 5-6 കോണോട് കോണ് നിൽക്കുന്ന നക്ഷത്രത്തിന്റെ കാര്യമല്ല. അവിടെ നക്ഷത്രം കൊണ്ട് ഉദ്ദേശിച്ചത് ദൂതനെയാണ്. ദൂതൻ അവർക്ക് വഴികാട്ടി. എത്രയോ ഇടത്ത് ദൂതന്മാർക്ക് നക്ഷത്രം എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രഭാത നക്ഷത്രങ്ങൾ ഉച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു. ആകാശ നക്ഷത്രം എല്ലാം അവിടെ നിലവിളിച്ചെന്നാണോ അതിനർത്ഥം? അല്ലല്ലോ. ഉണ്ടോ? ദൂതൻ അവർക്ക് വഴി കാട്ടിയെന്ന്. അപ്പോട്ടെ, നമ്മുടെ വിഷയം അതെല്ലാത്തിനും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ആത്മീക സ്വാതന്ത്ര്യം നമ്മൾ ഒരിക്കലും ഇനി അടിമുഖത്തിലല്ല. 5:1 സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. പഴയതിലേക്കൊരു മടങ്ങിപ്പോക്ക് ദൈവത്തിന് പറ്റുകയില്ല. മടങ്ങിപ്പോയെങ്കിൽ അതിന്റെ അർത്ഥം ഇക്കരെ കയറിയില്ലെന്നുള്ളതാണ്. സഭയിൽ അംഗമൊക്കെ ആയിരിക്കും, മെമ്പർഷിപ്പ് ഉണ്ടാകും, കൗൺസിലിലെ ആളും ഒക്കെ ആയിരിക്കും. പഴുതിലേക്ക് മടങ്ങിപ്പോയാൽ ഇക്കരെ കയറിയില്ലെന്ന് അതിനർത്ഥം. പോട്ടെ, നമ്മൾ ടോപ്പിക് അല്ലത്തോടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതാണ് ഗലാത്യ ലേഖനം. ആ ആത്മീക ഫലം പുറപ്പെടുവിച്ച ആത്മീക സ്വാതന്ത്ര്യം പ്രാപിച്ചവരുടെ ആത്മീക പദവി എന്താകുന്നു എന്നാണ് എഫേസ്യ ലേഖനം പറയുന്നത്. എന്താ നമ്മുടെ പദവി? അവൻ നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. We are seated in heavenly places. എവിടാ നമ്മൾ ഇരിക്കുന്നത്? സ്വർഗസ്ഥലങ്ങളിൽ. അതാ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ പറഞ്ഞത്. എഫസോസിൽ ക്രിസ്തുവിൽ വിശ്വാസികൾ എന്നെടുത്ത് പറയാൻ കാരണം, ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും കൂടായ ഈറ്റില്ലമായ എഫസോസിലാണ് അക്ഷരികമായി താമസിക്കുന്നതെങ്കിലും നിങ്ങൾ ഇരിക്കുന്നത് എഫസോസിലല്ല, ക്രിസ്തുവിലാകുന്നു. കണ്ടോ? നമ്മുടെ ആത്മിക പദവി, പൊസിഷൻ എവിടാ? സ്വർഗസ്ഥലങ്ങളാണ് നമ്മൾ ഇരുത്തപ്പെട്ടിരിക്കുന്നത്. ആ ബോധത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്?
സ്വർഗസ്ഥലങ്ങളിലാണേലും ശാസിക്കുന്നതിന് ഒരു കുറവുമില്ല. സ്തോത്രം. ഇരിക്കുന്നത് എവിടാ? സ്വർഗസ്ഥലങ്ങളിൽ. പേടി ആരെയാ? പറ. എന്നോട് വഴക്കുണ്ടാക്കരുത്, ഞാൻ പുസ്തകമാണ് പറഞ്ഞ്. നമ്മൾ ഇരിക്കുന്നത് സ്വർഗസ്ഥലങ്ങളിൽ. പേടി മറ്റേ അണ്ണനെ. അല്ല, ഈ ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കണോ? ഇതാണ് പ്രശ്നം. അപ്പൊ നമ്മ ഇരുത്തിയിരിക്കുന്ന എവിടെയാണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എന്നിട്ട് എന്തോ ചെയ്തു? സ്വർഗസ്ഥലങ്ങളിൽ അവൻ നമ്മെ ഇരുത്തിയിരിക്കുന്നു. മറന്നുപോയോ? അതിക്രമത്താൽ മരിച്ചിരുന്നവരാം നമ്മെ ജീവിപ്പിച്ചേശുവോട് ഉയർപ്പിച്ചു വ്യാപാര ശക്തിയാൽ ഇരുത്തി സ്വർഗത്തിൽ. ഇരുത്തി സ്വർഗത്തിൽ ഉയർപ്പിച്ചു വ്യാപാര ശക്തിയാൽ ഇരുത്തി സ്വർഗത്തിൽ. ഇരുത്തി സ്വർഗത്തിൽ. കണ്ടോ? അപ്പൊ നമ്മളെ എവിടെ ഇരുത്തിയേക്കുക? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. സ്തോത്രം. അതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് പോരാട്ടമുള്ളത് ഇവിടെ കടന്നുകൊണ്ടല്ല. പിന്നെയോ സ്വർലോകമുള്ള ദുഷ്ടാത്മസേനയോട് അത്രേ. കാരണം നമ്മൾ ഇരിക്കുന്ന സ്വർഗസ്ഥലങ്ങളില്ല. ഇല്ല, മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുക, സ്വർഗസ്ഥലങ്ങളാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവഴി ഇപ്പോഴും പഞ്ചായത്തിൽ കരവും കെട്ടി അല്ലേ നടക്കുന്ന നമ്മളോട് ആ സ്വർഗസ്ഥിരിക്കെന്ന് പറഞ്ഞ് എങ്ങനെ നോക്കാനല്ലേ? നമുക്ക് ദൈവം ചോദിച്ചാൽ പിന്നീട് നോക്കാം നമ്മൾ എവിടാണെന്നുള്ളത്. സ്തോത്രം. അതാണ് എഫേസ്യ ലേഖനം. ആ സ്വർഗസ്ഥലം ഇരിക്കുന്നവരുടെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ ഒരു ചൈതന്യമുണ്ട്. അതാണ് ഫിലിപ്പ് ലേഖനം. അതെന്താ? അവരുടെ മുഖത്ത് എപ്പോഴും ആ സന്തോഷം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ആ വാക്യം ചിന്തിക്കാൻ പറ്റുന്നൊരു വാക്യമല്ല. ഫിലിപ്പിയിൽ പൗലോസ് കാരാഗ്രഹത്തിലാണല്ലോ അല്ലേ? അത് എഴുതുന്ന കോണ്ടക്സ്റ്റ് നിങ്ങൾക്ക് അറിയാവോ? സ്തോത്രം. പൗലോസിനെ ശിരച്ഛേദം ചെയ്യാനുള്ള പ്ലാനൊക്കെ റെഡിയായി വരിക. നമ്മൾ തിമോഥെയോസ് ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് ചില ഭാഗം ചിന്തിക്കാം. ഈ യഹൂദന്മാരെ ഒന്നും ക്രൂശിച്ചു കൊല്ലാൻ പറ്റുകയില്ല. അവരെ ശിരച്ഛേദം ചെയ്യാനേ പറ്റൂ. അപ്പോൾ നാളെ ആരെയാണോ കഴുത്തറക്കുന്നത്, തലേ ദിവസം ശബ്ദം. പൗലോസ് ഇങ്ങനെ വാള് രാഗി മൂർച്ച കൂട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കി. പൗലോസിന് മനസ്സിലായി പൗലോസിന്റെ പടലി വെട്ടാനുള്ള വാളാണ് ആ മൂർച്ച കൂട്ടുന്നത്. അത് കണ്ടിട്ടാ പറഞ്ഞ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. 3:20. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. കണ്ടോ? അല്ലാതെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടുന്ന എല്ലാം ഇട്ടിട്ട് എല്ലാം വീതം എല്ലാം കൊടുത്ത് ആധാരം എല്ലാം റെഡിയാക്കി പോക്കുവരും നടത്തി കരമെല്ലാം അടച്ച് അതിന്റെ പേപ്പറും കൈ വെച്ച് ഇനി വല്ല വിധേന അക്കരെ പോയാൽ മതി എന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന സമയത്ത് എഴുതിയ വാക്യല്ല. നമ്മൾ ആ വാക്യം ഇട്ടുകൊണ്ട് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ സ്തോത്രം. കണ്ടോ? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പിന് പിന്നെയും ഞാൻ നിങ്ങളോട് പറഞ്ഞു. വേറൊരു കാര്യം ഞാൻ പറഞ്ഞു. പൗലോസിന് എന്ത് എത്ര സന്തോഷം! ശിരച്ഛേദം ചെയ്യാൻ പോകുമ്പോൾ ഇത്ര സന്തോഷിക്കാൻ കാര്യം എന്താ? എനി ഐഡിയ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവോടിരിക്കുന്നത് ഏറെ നല്ലത്. അത് അത്യുത്തമമല്ലോ. എന്നുവെച്ചാ പറഞ്ഞ സന്തോഷിപ്പീൻ, വീണ്ടും സന്തോഷിച്ചോളാനൊക്കെ പറഞ്ഞത്. അതിന്റെ പൗലോസ് സന്തോഷിച്ചോളൊക്കെ പറയാൻ കാരണം എന്തുകൊണ്ടായിരിക്കും പൗലോസ് അങ്ങനെ പറയാൻ കാരണം? പെടല് വെട്ടാൻ പോകുമ്പോൾ സന്തോഷിച്ചോളം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്താ അങ്ങനെ പറയാൻ കാരണം? എനി ഐഡിയ?
ചപ്പും ചവറും എണ്ണിയത്. ഓക്കെ, ചപ്പും ചോർന്ന് എണ്ണിയതും നിശ്ചയമായിട്ടും ഞാൻ തന്നെ പറയാം. പൗലൂസ് നേരത്തെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഒരിക്കൽ മൂന്നാം സ്വർഗത്തോളം പൗലൂസ് പോയതാ. അന്ന് അവിടെ പോയി അവിടുത്തെ എല്ലാം കണ്ടപ്പം മുതൽ പുള്ളിക്ക് ഇവിടെ എല്ലാം ചവർന്നെണ്ണുക. മനസ്സിലായോ? ഇപ്പം സ്റ്റാലിയന്റെയൊക്കെ തിരുവല്ലയിൽ വന്നാൽ, ആഞ്ഞിലിത്താനത്ത് വന്നാൽ വീണ്ടും കാനഡയ്ക്ക് പോവാന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമുള്ളൂ. കാരണം എന്നാ, അവരവിടെ എല്ലാം കണ്ട് അതിന്റെ മനോഹാരിത അറിഞ്ഞവരായതുകൊണ്ട് അത് സന്തോഷമാണ് അല്ലേ? നമ്മുടെ അഭിലാഷ് പാസ്റ്റർക്ക് നാട്ടിൽ വന്നപ്പോ ഇവിടെ എൻ്റെ കൂടെ 1 ദിവസം താമസിക്കുകയും ചെയ്തു ദേവദാസൻ. ബീഹാറിന് അടുത്ത ആഴ്ച പോവാന്ന് പറയുമ്പം ഒരു പ്രയാസമില്ല. കാരണം താൻ ബീഹാറിൽ പോയി അവിടെ 2 ആൾ. നമ്മുടെ സന്തോഷ് ബദറിനോട് മസ്കറ്റ് പോണ കാര്യം പറയും, പുള്ളിക്ക് വിഷമമില്ല. കാരണം അതെന്താ, പുള്ളി ഓൾറെഡി മസ്കറ്റ് വിസിറ്റ് ചെയ്താണ്, അവിടെ കണ്ടതാ. അപ്പൊ അവിടെ എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും കാലാവസ്ഥ എന്ന് അറിയാവുന്ന ആളിന് മസ്കറ്റിന് ടിക്കറ്റ് കിട്ടുന്ന കേൾക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. സ്റ്റാലിയാൻഡിക്ക് കാനഡയ്ക്ക് ടിക്കറ്റ് വന്ന് കേൾക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. അഭിലാഷ് പാസ്റ്റർക്ക് ബീഹാറിലെ ടിക്കറ്റ് ഒരാൾ തന്നെന്ന് പറഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ, മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പെടലി വെട്ടാൻ പോകും പൗലൂസ് സന്തോഷം. അതെന്താ കാര്യം, നേരത്തെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് താൻ അവിടുത്തെ എല്ലാം കണ്ടതാ. അവിടുത്തെ രംഗം എങ്ങനെയാ, അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാ, ഇതെല്ലാം കണ്ട ആളായോണ്ട് പെടലി വെട്ടെന്ന് കേട്ടപ്പോൾ പുള്ളിക്ക് സന്തോഷം. കൃപയാ നമ്മൾ ഇന്ന് വരെ അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് ഈ കാര്യം കേൾക്കുമ്പോഴേ പ്രഷറും ഷുഗറും എല്ലാം കൂടുക. നമ്മൾ ഇന്ന് വരെ അവിടുത്തെ ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ കാണുന്നതെല്ലാം ആന കുത്താൻ വരുന്നതും പാമ്പിട്ട് ഓടിക്കുന്നതും നമ്മൾ മുങ്ങിപ്പോകുന്നതും കെട്ടിടത്തിന്റെ മണ്ടത്തും താഴെ പോകുന്നതും കണ്ണു തുറക്കുമ്പോൾ കട്ടിലേക്ക് കിടക്കുന്നതും ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. പൗലോസ് അങ്ങനെ അല്ലായിരുന്നു. മനസ്സിലായോ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അവിടെ ചെന്ന് അവിടുത്തെ എല്ലാം അത് കാരണം ഇവിടുത്തതൊന്നും പൗലോസിന് വിഷയമല്ല. ക്രിസ്തു നമ്മുടെ സകലവും ചവർന്നെണ്ണുന്നു. ഛേദമെന്ന മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് ചവർന്നെണ്ണുന്നല്ലേ. ഇവിടെ എല്ലാം ചവറായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കണ്ടവനെ പറ്റൂ. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കേൾക്കുന്ന ദൂതുകൊണ്ട് ഇവിടുത്തെ ചവറിന്റെ കാര്യമല്ലേ. ഈ നാളുകൾ നീ കാണാത്ത ചില പുതിയ ചവർ ഞാൻ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. പ്രവാചകൻ തലയൊക്കെ വെച്ച് പറഞ്ഞതാ, നീ കണ്ടിട്ടില്ലാത്ത നീയും നിന്റെ തലമുറയും കാണാത്ത ചില പുതിയ ചവർ എന്തെടുക്കാൻ. സ്തോത്രം. 3-ാം സ്വർഗത്തോളം പോയോ ഇത് വല്ലതും വിഷയമാണോ? നീ കാണാത്ത ചില നന്മ കൂടെ കണ്ടിട്ട് എന്തെടുക്കാനാ കണ്ടിട്ട്? ഇവിടെ എത്ര നന്മ കണ്ടാൽ അങ്ങോട്ട് പോകാൻ ഒക്കുന്നില്ലെങ്കിൽ എന്ത് നന്മ കിട്ടിയാൽ എന്താ? അതല്ലേ പൗലൂസ് ഈ 3-ാം സ്വർഗത്തോളം പോയത് കൊണ്ടല്ലേ രോഗശാന്തിയുടെ കാര്യം പറഞ്ഞപ്പോ കർത്താവ് ചോദിച്ചു, ശാന്തി വേണോ കൃപ വേണമെന്ന്. പൗലൂസ് പറഞ്ഞു, എനിക്ക് കൃപ മതി, ശാന്തി വേണ്ട. അതിന്റെ കാര്യം പിടികിട്ടിയോ? രോഗം ഉണ്ടേലും സ്വർഗത്തിൽ പോകാം, കൃപയില്ലല്ലോ. പറ. നമ്മൾ ഈ ശാന്തിയുടെ പുറകെ ഓടുന്ന, കൃപയല്ല നമ്മുടെ വിഷയം. മനസ്സിലാകുന്നോ? റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യമൊക്കെ വായിച്ചാൽ നമ്മൾ കിടന്ന് ഉറങ്ങിയാൽ അറിയാവോ? യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിനെ മരിച്ചവിടെ നിന്ന് ഉയർപ്പിച്ച തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നമ്മൾ ഈ ആത്മാവിനെ പ്രാപിച്ച സഭയ്ക്കകത്ത് തീർന്ന് തുള്ളിച്ചാടി വലിച്ചു കീറാനായിട്ടല്ല. സ്തോത്രം. നമ്മുടെ ചിന്ത, നമ്മൾ ആത്മനിറവ് പ്രാപിച്ചു, നമ്മളൊന്ന് തുള്ളി 2 കൈ അടിച്ച് തൊണ്ടയും പതറിയാൽ ഓക്കെ ആണ്. അതിന് തന്നതല്ല. ഇത് വരുമ്പോൾ നമ്മൾ അത് ചെയ്യും, അത് വേറെ കാര്യം. ഇത് നമ്മിൽ വരുമ്പോൾ നമ്മൾ തുള്ളും ചാടും അന്യഭാഷ പറയും ഒക്കെ ചെയ്യും. പക്ഷെ തന്നത് അതിനല്ല.
പൗലോസ് പറയും എങ്കിലും ഈ അത്യന്ത ശക്തി, എസ്റ്റീംഡ് പവർ, പൗലോസ് മാത്രം ഉപയോഗിച്ചൊരു ശൈലിയാണ്. ആത്യന്ത ശക്തി നമ്മുടെ മൺകൂടാത്തിനകത്ത് പകർന്നേക്കുക. അതെന്തിനാ? ഈ ആത്മാവ് വേണം നമ്മെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ. അതിന് സ്തോത്രം. നമ്മൾ വിശുദ്ധമായിട്ട് പഠിക്കുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞാൽ ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, സന്തോഷം കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞ അത്രയും. കണ്ടോ, പൗലോസ് അവിടെ പോയിട്ടുള്ളത് കൊണ്ടും കണ്ടിട്ടുള്ളത് കൊണ്ടും ഇവിടുത്തതൊന്നും വിഷയമല്ല. നമ്മൾ കൃപയാൽ ഇന്ന് ഒരു അങ്ങനത്തെ അനുഭവം ഉണ്ടാകാത്തത് കൊണ്ട് നമുക്കെല്ലാം ഇവിടുത്തെ മാത്രം മതി. ഞാൻ കാഹളം കേട്ടാൽ അങ്ങോട്ട് പറക്കാനിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ഏത് കാര്യമാ വേണ്ടെന്ന് വെക്കുന്നേ? പറ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിയിടുന്നു ഞാൻ. സമയം കിട്ടുമ്പോ ഒറ്റയ്ക്കിരുന്ന് പാടണം ഈ പാട്ട്. നമ്മൾ ഈ തമ്പരടിച്ച് 100 പാടരുത് ആ പാട്ട്. നമ്മൾ പാടുക ലാസ്റ്റ് പറഞ്ഞു തീർക്കല്ലേ. നല്ല ഈണം താളത്തിലുള്ള ഈ പാട്ട് നമ്മൾ കൃപയാ നമുക്കുള്ള ഗുണം. ഒറ്റ പാട്ട് പോലും പാടാനുള്ള അവസരം നമുക്ക് കിട്ടുകയല്ല, മുഴുവൻ നമ്മൾ പറഞ്ഞു തീർക്കുക സ്പീഡ് കൂടിയിട്ട്. നമ്മുടെ ചിന്ത സാവധാനം പാടിയാൽ, സ്ലോയിൽ പാടിയാൽ നമുക്ക് ആത്മാവ് വരികയല്ല. മുമ്പേ അനീഷ് പാസ്റ്റർ പാടില്ല, ഏത് പാട്ടാ അത്ര സ്പീഡിൽ പാടിയത്? ഒന്നും പാടിയില്ലല്ലോ. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് തറച്ചില്ലേ? ഇതാണ് ആത്മനിറവിന്റെ ഗുണം. സ്തോത്രം. പോട്ടെ, എനിക്ക് ആ ഉള്ളിൽ വന്ന സന്തോഷം കൊണ്ട് ഞാൻ ആ വരി ഒന്ന് പാടിയെന്നുള്ളൂ. ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് 21 ലേഖനം പറയാൻ ഒക്കാതെ വരും. എന്തെങ്കിലും ഞാൻ അത് പറഞ്ഞു തീർക്കണമല്ലോ, എന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് നീങ്ങാൻ. ഓക്കെ, അപ്പൊ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ എന്താ കണ്ടത്? ആ സന്തോഷം. സ്തോത്രം. ഈ സന്തോഷം വരാൻ കാരണം എന്താണെന്ന് കൊലോസ്യ ലേഖനം പറയുന്നു. ഇങ്ങനെ സന്തോഷിക്കാൻ കാരണം എന്താ? അതാ കൊലോസ്യ ലേഖനം. ഈ സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആണെങ്കിലേ മുഖത്ത് ആ സന്തോഷം ഉണ്ടാവുള്ളൂ. ശരിയാണോ? നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് അല്ലെങ്കിൽ മുഖത്ത് നോക്കി അറിയത്തില്ലേ? അറിയാവില്ലയോ? നിശ്ചയമായിട്ടും അറിയാം. മുഖത്ത് സന്തോഷം ഉണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആയിരിക്കണം. ആ മൈൻഡ് സെറ്റ് എന്ന കാര്യമാണ് കൊലോസ്യ ലേഖനം പറയുന്നത്. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവിതം ദൈവത്തോടെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, ആകയാൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുക, സെറ്റ് യുവർ മൈൻഡ് വിത്ത് ഹെവൻലി തിങ്സ്. കണ്ടോ, നിങ്ങളുടെ മൈൻഡിനെ ഹെവൻലി തിങ്സുമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ. അതാ കൊലോസ്യ ലേഖനം. മനസ്സിലായോ? കൊലോസ്യ ലേഖനത്തിൽ അങ്ങനെ ഉയരത്തുള്ള തന്നെ ചിന്തിപ്പീൻ. നമ്മുടെ ചിന്തകൾ ഒരു വലിയ പ്രശ്നം. നമ്മൾ എന്തൊക്കെയാ ചിന്തിക്കേണ്ടത്? ഫിലിപ്പിലെ നമ്മൾ കൊലോസ്യയിലേക്ക് പോകും, ഉയരത്തുള്ള ചിന്തിക്കാൻ പറഞ്ഞല്ലോ. ആ ചിന്തിക്കുമ്പോൾ എന്തെല്ലാം ചിന്തിക്കണം എന്നുള്ള ഫിലിപ്പിലെ തന്നെ പറഞ്ഞു. 4:8 വായിച്ചേ. ഫിലിപ്പർ 4:8. ഒടുവിൽ ആ കണ്ടോ, സത്യമായതൊക്കെയും നീതിയായതൊക്കെയും സൽഗുണമായതൊക്കെയും പുകഴ്ചയായതൊക്കെയും സാൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ആണ്ടെ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങൾ ലിസ്റ്റ്. ഇതൊക്കെയാണ് ഒരു ദൈവത്തിന്റെ ചിന്തയ്ക്കകത്ത് വരേണ്ടത്. ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ലേ, നമുക്ക് ഫിലിപ്പിനെ പഠിക്കാൻ ഈ അവസരം തരുന്നെങ്കിൽ അന്നേരം ചിന്തിച്ചാൽ മതി. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ദൈവത്തോടെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, ആകയാൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ള തന്നെ ചിന്തിപ്പിന്. അതാണ് കൊലോസ്യ ലേഖനം. അതെന്തിനാ ഉയരത്തുള്ള തന്നെ ചിന്തിക്കുന്നത്?
ഉയരത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് ആ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് പറയുന്നത്. എന്ത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അതുകൊണ്ട് അവിടുത്തെ കാര്യം ചിന്തിക്കുന്നത്. എവിടുന്ന കർത്താവ് ഇറങ്ങി വരുന്നത്? സ്വർഗത്തിൽ നിന്ന്. കൊലോസ്യർ പറയാ ഉയരത്തിലെ കാര്യം ചിന്തിച്ചു. അതെന്താ? അവിടുന്നാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. കണ്ടോ? അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവര് അതിന്റെ കൺക്ലൂഷൻ വരുന്ന എങ്ങോട്ടാന്ന് നോക്കി. ആ ചിന്തകൾക്ക് അപ്പുറമുള്ള അവരുടെ പ്രത്യാശ എന്താണെന്ന് തെസ്സലോനിക്കർ രണ്ടും പഠിപ്പിക്കുന്നത്. ആ വരവ് കാത്തിരിക്കുന്നവർ ജീവിതത്തിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളാണ് തിമോഥെയോസിന്റെ 2 ലേഖനവും. മനസ്സിലായോ? വരവ് നോക്കി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവർ ജീവിതത്തിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളുടെ കൃത്യമായ ഉപദേശമാണ് തിമോഥെയോസിന്റെ 2 ലേഖനവും. തീത്തോസിന്റെ ലേഖനവും തന്നെയാണ്. എന്താ? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തും കൊണ്ട്. കണ്ടോ? തെസ്സലോനിക്ക ലേഖനത്തിലെ ആ വരവ് കാത്തിരിക്കുന്ന ജീവിതത്തിൽ പാലിക്കേണ്ട പാഠങ്ങളാണ് തിമോഥെയോസിന്റെ ലേഖനവും തീത്തോസിന്റെ ലേഖനവും. ആ ഉപദേശങ്ങൾ പാലിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവർക്ക് തണുപ്പായിരിക്കണം. അതാണ് ഫിലേമോന്റെ ലേഖനം. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരാകരുത് യുവമക്കൾ. ഒരു ചെറിയ കാര്യം അറിഞ്ഞാൽ അത് വീർപ്പിച്ച് പറഞ്ഞ് ദൈവസഭയ്ക്കകത്തും കുടുംബത്തിനകത്തും അലോഹ്യം ഉണ്ടാക്കുന്നവരാകരുത്. എപ്പോഴും തണുപ്പായിരിക്കണം മറ്റുള്ളവർക്ക്. അതാ ഫിലേമോന്റെ ലേഖനം. മനസ്സിലായല്ലോ? അങ്ങനെ ഉള്ളവർ ജീവിതത്തിൽ നല്ല ഒരുക്കമുള്ളവരായിരിക്കും. അതാണ് എബ്രായ ലേഖനം. കാത്തു നിൽക്കുന്നവരുടെ ഒരുക്കമാണ് എബ്രായ ലേഖനം. ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. 10-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിലോ 9-ാം അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാ? ഒരിക്കൽ മരിക്കുമ്പോൾ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തു അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. മറ്റുള്ളവരെ തണുപ്പിച്ച് നിർത്തുന്നവനാണ് വരവിനായി നോക്കി കാത്ത് ഒരുങ്ങിയിരിക്കുന്നത്. കാത്തു നിൽക്കുന്നവരുടെ ഒരുക്കമാണ് എബ്രായ ലേഖനത്തിന്റെ വിഷയം. കാത്തു നിൽക്കുന്നവരുടെ ഒരുക്കം. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തി കൊണ്ട് തെളിയിക്കണം. അതാണ് യാക്കോബിന്റെ ലേഖനം. മനസ്സിലായോ? എബ്രായ ലേഖനത്തിൽ കാത്തു നിൽക്കുന്നവരുടെ ഒരുക്കമാണെങ്കിൽ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ പോരാ, കാന്തിയും തന്നെ ഒരുക്കിയിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നെ പറയാം. ആ ഒരുങ്ങിയിരിക്കുന്നവർ വെറുതെ പറഞ്ഞാൽ പോരാ, പ്രവൃത്തി കൊണ്ട് തെളിയിക്കണം ഒരുങ്ങിയിരിക്കുന്നവരാണെന്ന്. പ്രവൃത്തി കൊണ്ട് ബോധ്യമാക്കണം. ഹൂ ആം ഐ, ഞാൻ ആരാണെന്ന് മറ്റുള്ളവർ അറിയണം. അതാണ് യാക്കോബിന്റെ ലേഖനം. അങ്ങനെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നവർക്കൊരു പ്രത്യാശയുണ്ട്. എന്നറിയാമോ? ഇടയശേഷം പ്രത്യക്ഷനാകുമ്പോൾ ഞങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അതാണ് പത്രോസിന്റെ ലേഖനം. കണ്ടോ? കണക്ഷൻ കിടക്കുന്നത് കണ്ടോ എങ്ങനെയാന്ന്? പ്രവൃത്തി കൊണ്ട് തെളിയിക്കുന്നവർ, അവർക്കൊരു പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ട്. എന്താണ്? ഇടയശേഷം പ്രത്യക്ഷനാകുമ്പോൾ ഞങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അതാണ് പത്രോസിന്റെ ലേഖനം. ആ കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ദൈവസ്നേഹം ലോകത്തിന് പ്രദർശിപ്പിക്കുന്നവരായിരിക്കും. അതാണ് യോഹന്നാന്റെ 3 ലേഖനവും. ദൈവസ്നേഹം വെളിപ്പെടുത്തുന്ന ലോകത്തിന്. മനസ്സിലായോ? അതാണ് യോഹന്നാന്റെ 3 ലേഖനങ്ങളും. ദൈവസ്നേഹം എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തണം. ആരിലൂടെ? നമ്മിലൂടെ. പിന്നെ ഒരു കാര്യം, ഈ ദൈവസ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തുമ്പോൾ
നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം, അല്ലെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. അതാ യൂദായുടെ ലേഖനം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധി കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്നത്. കണ്ടോ? അതാണ് യൂദായുടെ ലേഖനം. അങ്ങനെ വീഴാതെ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ചാൽ അവർക്കുള്ള പ്രതിഫലമായി കർത്താവ് മടങ്ങി വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തർക്കും അവന്റെ പ്രവൃത്തിക്ക് തന്നെ കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകം. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ ചങ്ങലിലെ കണ്ണി പോലെ കിടക്കുന്നത് കണ്ടോ? റോമാലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞ ഒരു ചെയിൻ തന്നെ നിങ്ങൾക്ക് കിട്ടിയാൽ, ആരും സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലേഖനം പഠിക്കാൻ പറ്റും. ഇന്ന രീതിയിലാണല്ലോ എന്നുള്ളത്. ഓരോ ലേഖനത്തിന്റെ പഠനത്തിലേക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ് വിഭജിച്ചൊക്കെ പഠിപ്പിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതിന്റെ മുഖവരി ഇന്നതാണ്, ഇന്ന അധ്യായം ഇന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് അങ്ങനൊന്നും പോകാത്ത രീതിയിൽ പഠിക്കാം. നമുക്ക് കാര്യം മതിയല്ലോ. ഒരു അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളും കാര്യം മനസ്സിലാക്കണം. ആ നിലയിലാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ടുപോകുന്നത്. സ്തോത്രം. ഇപ്പോൾ 21 ലേഖനത്തിന്റെ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടി. സ്തോത്രം. തമ്മിലുള്ള ബന്ധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നീതീകരണത്തിൽ തുടങ്ങി പ്രതിഫലം വാങ്ങിക്കുന്നത് വരെയാണ് റോമാലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കണക്ഷൻ കിടക്കുന്നത്. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ ലേഖനങ്ങളുടെ ഓർഡറിൽ ആദ്യം വായിക്കുക. പരമാവധി വായിക്കുമ്പോൾ അക്ഷരത്തെറ്റില്ലാതെ ഉച്ചാരണ ശുദ്ധിയോടുകൂടെ വായിച്ച് ശീലിക്കണം. നമ്മൾ തിരുവഴുത്തല്ലേ വായിക്കുന്നത്. അപ്പം പരമാവധി മിസ്റ്റേക്സ് ഒന്നും വരാതെ, തുപ്പലൊന്നും അധികം പുസ്തകത്തിനകത്ത് തെറിക്കാതെ. ക്ലാസ് ആകുമ്പോൾ അതെല്ലാം പറയണ്ടേ. സ്തോത്രം. വായിക്കാത്തൊന്നും തെറിച്ച് കഴിച്ചുകൊണ്ടിരുന്നതും പുസ്തകത്തിനകത്ത് വീണ് അങ്ങനെ ഒന്നും ചെയ്യരുത്. സ്തോത്രം. പരമാവധി തിരുവഴുത്തിനോട് കുറച്ചൊക്കെ നീതി പുലർത്താൻ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ദൈവവചനമല്ലേ. പരമാവധി അതിനകത്ത് വരയും കുറിയില്ലാതിരിക്കാൻ നോക്കുക. ഇനി അഥവാ വരയ്ക്കുകയാണ്, നല്ല വൃത്തിക്ക് വരയ്ക്കണം. ചേരപ്പാമ്പ് പോകുമ്പോഴൊന്നും പുസ്തകത്തിനകത്ത് വരച്ചു വെക്കരുത്. നിങ്ങളുടെ പാസ്പോർട്ടിനകത്ത് നിങ്ങൾ വരയ്ക്കുകയോ? സ്കെയിലും ഉണ്ട്, നീല മഷിയുള്ള പേനയുണ്ട്, എന്നാ വരയ്ക്കാത്ത പാസ്പോർട്ടിനകത്ത്? ഞാൻ കാശ് മുടക്കി ഞാനെടുത്ത പാസ്പോർട്ടിനകത്ത് എനിക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കുക ചെയ്യുവോ? വേണ്ട. വിരലമർത്തിയാൽ അരി കിട്ടുന്ന റേഷൻ കാർഡിനകത്ത് വരയ്ക്കുമോ നിങ്ങൾ? ഇല്ല. പ്രഷറിന്റെ ഗുളിക ഡോക്ടർ എന്ന കുറിപ്പിനകത്ത് നിങ്ങൾ പേന കൊണ്ട് വരയ്ക്കുമോ? ഇല്ല. വെള്ളിടി വെട്ടും പോലെ കറണ്ട് ബില്ല് വന്നേ, അതെത്ര ഭദ്രമായിട്ടാ സൂക്ഷിച്ചേക്കുന്നത്. വല്യപ്പന്മാരുടെ കാലം മുതൽ ദാനം കിട്ടിയതുപോലെയാ കറണ്ട് ബില്ല് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ വേദോസിനകത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം തീർത്തു പറയട്ടെ. ഞാൻ എപ്പോഴും പറഞ്ഞ നിങ്ങൾക്ക് പിണക്കം വരുന്നറിയാം, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വേദപുസ്തകം ഉണ്ടാകണം. നല്ല ക്ലീൻ ആയിട്ടുള്ള വേദപുസ്തകം. നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന പുസ്തകം ഏത് വായിക്കോളൂ, എനിക്കത് വിഷയമല്ല. അതിനകത്ത് വരയ്ക്കുകയോ എഴുതുകയോ അടയാളപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു. പക്ഷെ നിങ്ങൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ, സഭയിലൊക്കെ പോകുമ്പോൾ നല്ല സൂപ്പർ ആയിരിക്കും നമ്മുടെ പുസ്തകമൊക്കെ. 19 വർഷം പഴക്കമുള്ള പുസ്തകം ഇത്. ഒരൊറ്റ മൂല ചുളുങ്ങിയിട്ടില്ല. ഞാൻ സമ്മതിക്കത്തില്ല ചുളുങ്ങാൻ. ഒരൊറ്റ വരയും കുറി എന്റെ പുസ്തകത്തിനകത്തില്ല. സ്തോത്രം.
ഞാൻ ഓരോ മീറ്റിംഗും കൊണ്ടും എനിക്ക് വേറെ ബൈബിൾ എൻ്റെ ഉണ്ട്, ഞാൻ അതും കൊണ്ടേ പോകത്തുള്ളൂ. എന്തെങ്കിലും നിങ്ങളൊന്ന് പുസ്തകത്തിൽ വരച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ നിങ്ങളെ നരകത്തിൽ തള്ളുവന്നില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ പേടിക്കരുത്, ഞാനതല്ല ഉദ്ദേശിച്ചേ. സ്വോത്രം. നല്ല വേദപുസ്തകം, മൂല ചുളുങ്ങാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ആ പുസ്തകം കാണുമ്പോഴേ നമ്മുടെ ആത്മീയത മനസ്സിലാക്കാൻ പറ്റും. ഉണ്ടോ? ഇതൊരു സന്തോഷത്തോടെ ഇരുന്ന് എല്ലാവരുടെ മുഖം അങ്ങ് വാടിയല്ലോ, നല്ല വേദോസം വേണമെന്ന് കേട്ടപ്പോ. നിങ്ങൾ കഴിക്കുന്ന ഒരു മൊബൈലിനകത്ത് 3 സിം ഇടത്തില്ലേ ഇപ്പം? ഒരു മൊബൈൽ എത്ര രൂപ വിലയാകും? അതിന്റെ 4/1 വിലയില്ലല്ലോ നല്ലൊരു വേദപുസ്തകത്തിന്. ഇപ്പൊ കൺവെൻഷൻ സീസൺ തുടങ്ങി. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു മൊബൈൽ വാങ്ങിക്കാൻ കടയിൽ കയറി ചെന്നിട്ട് വില പേശുവോ? മൊബൈൽ ഒന്ന് കാണിച്ച്, ഞാൻ മുമ്പ് പറഞ്ഞോളൂ, എന്നാലും ഞാൻ മനഃപൂർവ്വം പറയാം. കയറി നോക്കി, ഇതിനെത്ര? ഇത് 8000 രൂപ. ഇതിനകത്ത് വാട്സപ്പും എല്ലാം, ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉണ്ട്. കുറെ കൂടെ നല്ലത് ഇത് 13,000 രൂപ. അതൊന്ന് കാണിച്ച്. ഓക്കെ. അപ്പുറത്തോ അത് 15,000 രൂപ. 8,000 രൂപയുടെ ആദ്യം കാണിച്ചു, അത് നമുക്ക് വേണ്ട. നമ്മൾ 13 ചാടി മിനിമം 15. അങ്ങനെ നമ്മൾ മൊബൈൽ മേടിക്കുന്നത്. കൺവെൻഷൻ സീസൺ ആ ബുസ്റ്റാളി ചെല്ലും, പുസ്തകം എടുത്ത് നോക്കും. ഈ ബൈബിളിന് എത്രയാ? 800 രൂപ. 800? ഇതിനോ? നീ എന്നെ മൊബൈൽ മേടിക്കാത്തത് 15,000 ചോദിക്കാൻ എന്നെ പറ. പ്രിയരെ, ഇത് നമ്മുടെ കയ്യിൽ കിട്ടാൻ ഇതിന്റെ പിമ്പിൽ പ്രാണത്യാഗം ചെയ്ത് എത്ര പേരുണ്ടെന്ന് അറിയാമോ? സ്തോത്രം. ഇത് പരിഭാഷപ്പെടുത്തി നമ്മുടെ കയ്യിൽ കിട്ടാൻ. സ്തോത്രം. അവിടെ നല്ല വേദപുസ്തകം എപ്പോഴും കൈ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ആര് കണ്ടാലും വില കൊടുത്ത് കർത്താവിനോട് നിൽക്കുന്നവരാണെന്ന് കാണുന്നവർക്ക് മനസ്സിലായല്ലോ. അത്ര ക്ലീൻ ആയിരിക്കണം നമ്മുടെ കയ്യിലെ വേദപുസ്തകമൊക്കെ. ഒരു മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ പഠനത്തിൽ ഉപയോഗിക്കുന്ന ബൈബിളിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. അതിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം, വരച്ചിടാം. തന്നെയല്ല, അങ്ങനെ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ബൈബിൾ ആണെങ്കിൽ ഒരു വാക്ക് എവിടെ അങ്ങ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അത് ഇന്ന ഭാഗത്ത് ഇന്നിടത്താണെന്ന് എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ബൈബിളിനകത്ത് അറിയാൻ പറ്റും, അല്ലേ? പുതിയ ബൈബിളിനകത്താണെങ്കിൽ അത് ഇന്ന ഭാഗത്ത് നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കൈകാര്യം ചെയ്ത് ശീലിച്ച ബൈബിളാണെങ്കിൽ തൊടുമ്പോഴേ നമുക്ക് ആ വാക്യങ്ങളൊക്കെ കിട്ടും. ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു. നമ്മുടെ കൈ നല്ല പുസ്തകം കയ്യിലുണ്ടായിരിക്കണം, അത്യാവശ്യം. സ്തോത്രം. പരമാവധി ഓരോ വർഷം ഒരു ബൈബിൾ വാങ്ങിച്ച ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നത് നല്ലതാ. ഞാൻ പറഞ്ഞു പുസ്തകം മേടിച്ച് ഹോളോ ബുക്സ് വെക്കും പോലെ വീടിനകത്ത് അടുക്കി വെക്കാൻ വേണ്ടി അല്ല പറഞ്ഞു. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ കണ്ടു ഓപ്പൺ ബൈബിൾ. ഞാൻ ഇന്ന് മേടിച്ച 2 വർഷമായി. എടുത്തു നോക്കിപ്പോ എന്റെ പ്ലാസ്റ്റിക് കവർ പോലും പൊട്ടിച്ചിട്ടില്ല. പേര് ഓപ്പൺ ബൈബിൾ എന്നാ ഓപ്പൺ ചെയ്യുന്നത്? അങ്ങനെ വാങ്ങിച്ചു വെക്കാനല്ല ഞാൻ പറഞ്ഞു. അതിനേക്കാൾ നല്ല നമ്മളെ ഇരിക്കുന്ന ബൈബിൾ, അത് എന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതല്ലേ. സ്തോത്രം. സീരിയസ് ആയിരിക്കണം നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ. മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. നമ്മൾ ആദ്യം ഈ പുസ്തകത്തെക്കുറിച്ച് നമുക്കൊരു ഗൗരവം വരട്ടെ. എല്ലാവരും കയ്യിൽ നല്ല വേദപുസ്തകം. അതിങ്ങനെ ഒരിക്കലും നാക്കൻ തോട്ടി തേക്കരുത്. അത് നല്ല തുപ്പുന്നതല്ലേ. ഞാൻ നാക്കത്തോട്ട് തേക്കുന്നതും തുപ്പുന്നതും എന്താ വ്യത്യാസം? സ്വർഗത്തിൽ 1/2 മണിക്കൂറോളം മൗനത ഉണ്ടാന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ ക്ലാസ്. ഇപ്പോ എന്തോ ഒരു ശാന്തത. അത് പറഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. സ്തോത്രം. ബാക്കി എടുക്കാനും അല്ലാത്തതല്ല. നാക്കേന്ന് വരിങ്ങനെ പണ്ട് വലിയപ്പന്മാരെയൊക്കെ വെറ്റ ചുണ്ണാമ്പ് തേക്കും പോലെ വാരി തേക്കുക. നോ, ചെയ്യരുത്, 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 ചെയ്യരുത്. ജീവനുള്ള ദൈവത്തിന്റെ വചനം, സ്തോത്രം, നമ്മുടെ അസ്ഥിക്കകത്ത് തീയായിട്ട് പടരുന്ന സാധനമാണ്. നമ്മളത് ഷോക്കേസിനകത്ത് കൊണ്ടുവച്ച് മാലയൊക്കെ ഇട്ട് പൂജിച്ചു വെക്കാനല്ല ഞാൻ പറഞ്ഞ്. ഇതെപ്പോഴും നമ്മുടെ നെഞ്ചോട് ചേർത്തിരിക്കണം. പിന്നെ എങ്ങനെ ആയിരിക്കണം? ഇതിന്റെ ചൂട് പറ്റി വേണം നമ്മൾ ഓരോ നിമിഷം നമ്മുടെ ഹൃദയസ്പന്ദനം പോലും
ഉള്ളിൽ അത്രയ്ക്ക് ഏറ്റെടുത്ത് ഗൗരവത്തോടെ വചനം ജഡമായി തീർന്ന് കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ പാർത്ത ജീവനുള്ള ദൈവത്തിന്റെ വചനം. സ്തോത്രം. സദാ നമ്മോട് സംസാരിക്കുന്ന ഇടപെടുന്ന പാതയ്ക്ക് വെളിച്ചമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം. സ്തോത്രം. ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളോടൊക്കെ പറയണം, പുസ്തകം വെച്ചിട്ട് അതിന് മേൽ കൂടെ കാല് കവച്ച് വെച്ച് ഒന്നും ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? നല്ല പുസ്തകം വെച്ച് കാലുകൊണ്ട് തട്ടി മാറ്റുന്നതാണ്, അങ്ങോട്ട് നീക്കി വെക്കുന്ന, കാലുകൊണ്ട് വേദം നീക്കി വെക്കുന്നത്. നോ, ഡോണ്ട് ഡു ദാറ്റ്. അത് എത്ര വെല്ലുവിളി ആയാലും ശരി, ഡോണ്ട് ഡു ദാറ്റ്, ചെയ്യരുത്. പൊതുവെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം പറഞ്ഞിട്ട് മതി നമുക്ക്. ബാക്കി മർമ്മം ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മര്യാദയ്ക്ക് ഇത് കൊണ്ടു നടക്കാൻ ആദ്യം പഠിക്കട്ടെ. ചില കണ്ടിട്ടില്ലേ, ഇങ്ങനെ കക്ഷത്തിനകത്തോട്ട് വെച്ചോണ്ട്, ചീന കക്ഷത്തിൽ വെക്കേണ്ട സാധനമായത്. വേറെ എങ്ങും വെക്കുകയല്ല, കക്ഷത്തിലോട്ട് പുസ്തകം എടുത്ത്. സ്വോത്രം. എനിക്കതൊക്കെ കാണുമ്പോൾ എന്നെ ആകെ വിറഞ്ഞു തുള്ളും. അതുപോലെ വേർപ്പെല്ലാം തൂത്തേച്ച് വെക്കാൻ പറ്റിയ സ്ഥലമാണ് വേദപുസ്തകം. എന്റെ ഉപ്പാപ്പനെ ഒറ്റ അടിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തുള്ളൂ. ഞാനത്ര ചിന്തിച്ചില്ല. 17-18 വയസ്സുള്ളന്ന് ഞാൻ തന്നെ ആ പ്രായത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ട് ഇങ്ങനെ മുഖമെല്ലാം തുടച്ചു പുസ്തകത്തിനകത്ത് കൊടുത്ത് വെച്ച് ഇരുന്ന ഉടനെ ഒറ്റ അടി. ഞാൻ വിളിച്ചെന്നെ, എനിക്ക് കാര്യം മനസ്സിലായില്ല. എന്നോട് ചോദിച്ചോളാം, മുഖത്തെ വേർപ്പ് എല്ലാം തൂത്തിച്ച് വെക്കാൻ പറ്റിയ സാധനമാണോ ചോദിച്ചു. വേദപുസ്തകം. സ്തോത്രം. ഇന്ന് ക്ലാസ്സിന് വരണ്ടായിരുന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനല്ല. നമ്മുടെ ആത്മീക വളർച്ചയും പരിജ്ഞാനവും പക്വതൊക്കെ ഇതിനകത്താണ് വെളിപ്പെടുന്നത്. ഒരിക്കലും വേർപ്പെല്ലാം തുടച്ചേച്ച് പുസ്തകത്തിനകത്തോട്ട് തൗല് വെക്കരുത്. അത് കേവലം പുസ്തകം തന്നെയാണ്. സമ്മതിച്ചു, വെറും പേപ്പറാണ്. അത് സമ്മതിച്ചു. മഷിക്കുള്ള പ്രിന്റിങ് വന്ന് അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ലെന്ന് നമുക്ക് തോന്നും. അല്ലല്ല. മനസ്സിലാവുന്നോ? ഇത് ജീവനുള്ളതാ. ഈ രാവിലെ ഡോക്ടർമാര് പേഷ്യന്റിനെ കാണാൻ വന്നിട്ടേ ആ കേസ് ഷീറ്റിൽ ഡോക്ടർ ഒരു നമ്പർ വലിയിട്ടേച്ച് ഏതാണ്ടൊന്ന് വരച്ചിട്ടേച്ചു. നമ്മൾ നോക്കുമ്പോൾ ഒന്നും പിടി കിട്ടുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നേഴ്സ് വന്ന് നോക്കിക്കഴിഞ്ഞേച്ച് നേഴ്സിന് അറിയാം ഡോക്ടർ എന്താ എഴുതിയിരിക്കുന്നെന്ന്. ഒരു നേഴ്സ് പറയും ഇഞ്ചക്ഷൻ ഉണ്ട്, അല്ലെ ആന്റിബയോട്ടിക് ഉണ്ട്, അല്ലെ 3 നേരം ഇഞ്ചക്ഷൻ ഉണ്ട്, അല്ലെ രാവിലെ വൈകുന്നേരം ഇഞ്ചക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഗുളി കഴിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് ഉണ്ട്. നമ്മൾ നോക്കിയപ്പോൾ 2-3 വര മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ജീവനായിട്ട് മാറിയത് കണ്ടോ? വകുപ്പ് അറിയാവുന്നവൻ വന്നപ്പോൾ ആ വരയും കുറിയും ജീവനായി മാറിയത് കണ്ടോ? എന്നതുപോലാണിതും. സ്തോത്രം. കേവലം പേപ്പറാണെന്ന് നമുക്ക് തോന്നും. അല്ലല്ല, ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ വചനമാണ്. സ്വർഗത്തിലെ നീക്കം സ്ഥിരമായിരിക്കും ദൈവത്തിന്റെ വചനം. അത് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമ്മളിത് പഠിച്ചു നോക്കുക. സമയം തീരുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഒരു പോയിന്റിലേക്ക് തൊട്ടാൽ പിന്നെ എനിക്കത് എടുക്കാൻ പറ്റാതെ വരും. കാരണം ഇനി ഈ പ്രധാനമായിട്ടൊരു 7 പോയിന്റ് പറഞ്ഞിട്ട് വേണം എൻ്റെ മുഖവര മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് ദൈവം വെച്ച് നമുക്ക് അടുത്ത ക്ലാസ് ചിന്തിക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ നല്ല വേദപുസ്തകം, സ്തോത്രം, അത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് കൊണ്ടു നടക്കണം. അത് കയ്യിലിരിക്കുന്ന ഒരു അഭിമാനമാണ് എവിടെ പോയാലും. സ്തോത്രം. എൻ്റെ പപ്പ പറയുക, റേഷൻ കടയിൽ പോയാലും വേദപുസ്തകം കൈ വേണം. സ്തോത്രം. എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, വേറെ ആരും പറഞ്ഞില്ലേ. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞുള്ള കാര്യമാണ്, മോനെ റേഷൻ കട പോകുന്ന സമയത്തും വേദപുസ്തകം കൈ കാണണം. സ്തോത്രം. അങ്ങനെ ചില നല്ല ശീലങ്ങളൊക്കെ പറഞ്ഞു തന്നെ എനിക്ക് സന്തോഷം. അതുകൊണ്ട് എവിടെ പോകുമ്പോഴും വേദപുസ്തകം കൊണ്ടുപോകുന്നത് ഒരു മടിയില്ല, എവിടെ പോയാലും. സ്തോത്രം. ഞാൻ വാക്യം വായിക്കുന്നതിനകത്ത് മൊബൈലിനകത്ത് പൂച്ചമാന്ന് പോലും മാന്തിച്ച് വായിക്കുന്ന ശീലം എനിക്കില്ല. സ്തോത്രം. ടാബും ഉപയോഗിക്കാറില്ല ഞാൻ. ടാബ് എനിക്കുണ്ട്, പക്ഷെ ശുശ്രൂഷ സമയത്ത് ക്ലാസ് എടുക്കാനൊക്കെ ആണെങ്കിൽ ഓക്കെ. ശുശ്രൂഷയ്ക്ക് തിരുവഴുത്തിന് പകരം ടാബ് കൊണ്ടുവന്ന് ശരി എനിക്കില്ല. ഇതേ ഞാൻ വേഗം വരുന്നു, പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. നിങ്ങളെ വാക്യം വായിച്ചത് സങ്കീർത്തനത്തിൽ എവിടെ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന
പുസ്തകത്തിൽ ടാബിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നല്ല. നിങ്ങൾ വിചാരിക്കുക അതിനിപ്പം ടാബ് എന്ന് ഉപയോഗിച്ചത് എന്നാ കുഴപ്പം? അതല്ല ഞാൻ പറഞ്ഞത്. ശുശ്രൂഷയ്ക്കായി ഒരു പൊതുവേദിയിൽ നിൽക്കുമ്പോൾ തിരുവെഴുത്ത് തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ചില പ്രസംഗങ്ങളൊക്കെ വരുമ്പോൾ വേദോസ്തം ഇല്ല, ഒന്നുമില്ല, മൊബൈൽ മാത്രമേ കാണൂ. ദാറ്റ്സ് നോട്ട് ഗുഡ്. ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല, പറയാം. ഈ പുസ്തകം ചുമന്നുകൊണ്ടല്ലേ ഈ മൊബൈലും ടാബും ഒക്കെ കിട്ടിയത്? ആണോ? എനിക്ക് ടാബ് കിട്ടാനും മൊബൈൽ കിട്ടാനും കാരണം ഞാൻ ഈ പുസ്തകം ചുമന്നത് കൊണ്ടാണ്. സ്വോത്രം. ആദ്യമായിട്ട് നല്ലൊരു മൊബൈൽ എനിക്ക് ആദ്യം തരുന്ന കക്ഷിയാണ് ആയിരിക്കുന്നത്. സൗദിയിൽ നിന്ന് വന്നപ്പോൾ ആ സഹോദരൻ എനിക്ക് ആദ്യമായിട്ട് നല്ലൊരു മൊബൈൽ, ടച്ച് ഫോൺ ഞാൻ ആദ്യം കൈകൊണ്ട് തൊടുന്നത് ആ സഹോദരി മിനി പ്രസാദ് എന്നുള്ള ഫോട്ടോ കണ്ടോ? പുള്ളിക്കാരിയാണ് എനിക്ക് ആദ്യമായിട്ട് നല്ലൊരു മൊബൈൽ കൊണ്ട് തരുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് ഇത്ര ഇതായിട്ടില്ല, ടെക്നോളജി ആയിട്ടില്ല. തൊട്ടാൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറുന്ന വർഷങ്ങൾക്ക് മുമ്പ്, കുറെ വർഷങ്ങളായല്ലേ, 10 വർഷമായത് എനിക്ക് സംശയമുണ്ട്. അത്ര നാൾ മുമ്പ് അവർ സൗദിയിൽ നിന്ന് വന്നപ്പോ. സ്വോത്രം. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഈ പുസ്തകം ചുമന്നത് കൊണ്ട് കിട്ടിയ നന്മയെ നമുക്കുള്ളൂ. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ ഇത് താത്തു വെച്ചാൽ അതുകൊണ്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഇപ്പൊ ക്ലിയർ ആയോ? ഞാൻ അവസാനിപ്പിക്കാൻ, സമയം തീരുന്നു. അപ്പോൾ തിരുവെഴുത്തിന്റെ പ്രാധാന്യങ്ങൾ മറന്നുപോയി. ഇന്ന് 2 പ്രധാന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒന്ന്, പൗലോസിന്റെ ലേഖനങ്ങളുടെ എഴുതപ്പെട്ട ക്രമം, അത് മറക്കരുത്. നിങ്ങൾ പറ്റിയാൽ ഇന്നു മുതൽ തന്നെ ഈ ഓർഡറിൽ വായിക്കണം. 2, ഈ 21 ലേഖനങ്ങൾ തമ്മിലുള്ള റോമാലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങൾ തമ്മിലെ ലിങ്ക് എന്താണെന്നും ഞാൻ ഓർപ്പിച്ചു. ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരിക്കണം. ദൈവം അനുവദിച്ചാൽ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ 6-7 കൂട്ടം കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിച്ച് നമ്മുടെ ലേഖനങ്ങളുടെ പഠനത്തിലേക്ക് വരും ദിവസത്തിൽ പ്രവേശിക്കാം ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിൽ ഏറ്റവും ഗഹനമായ വിഷയം നാം പഠിക്കുമ്പോൾ അത് ഗ്രഹിപ്പാനും മനസ്സിലാക്കാനുമുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകേണ്ടതിന് കർത്താവിന്റെ കയ്യിൽ സമർപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.